3 മാസം പ്രായമുള്ളപ്പോൾ അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുട്ടിയായിരുന്നു ശ്രീ അജിത്ത്. അജിത്തിനെയും അമ്മയെയും ഉപേക്ഷിച്ച് അച്ഛനങ്ങ് മാറുമ്പോൾ ഈ കുട്ടിക്ക് 3 മാസം മാത്രം. അച്ഛന്റെ നാട് ഉപേക്ഷിച്ച് അമ്മ വരുമ്പോൾ എനിക്ക് ഇവർ താമസിക്കുന്നിടത്തെത്തുമ്പോൾ 1 വയസ്സ് പ്രായം. നല്ലവരായ നാട്ടുകാരുടെ എല്ലാം സഹായം കൊണ്ട് ഇന്ന് ഡോക്ടറേറ്റ് എടുത്ത് ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഈ കുട്ടി അജിത്ത് മറ്റുള്ളവർക്ക് കൂടി ഒരു മനോവീര്യം പകർന്നു കൊടുക്കാനുള്ള ഒരു കുട്ടി കൂടിയാണ്, ഒരു മോട്ടിവേറ്ററാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, മഴക്കാലമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിൽ അച്ഛന്റെ കരുതലോ സ്നേഹമോ തലോടലോ കിട്ടാതെ കരിങ്കൽക്കോറയിൽ ജോലി ചെയ്തു കിട്ടുന്നത്. എന്നാൽ മഴക്കാലം നല്ല കർക്കിടക മാസമൊക്കെ ആയി കഴിയുമ്പോൾ കരിങ്കൽക്കോറയിൽ ജോലി വളരെ കുറയും. അപ്പോൾ ഒരു ദിവസം എന്നുള്ളത് മീൻ തട്ടിൽ സഹായിയായി ജോലി ചെയ്തു, ഓട്ടോറിക്ഷ ഓടിച്ച കുട്ടി. ഇങ്ങനെയൊക്കെ എത്ര വിശേഷണങ്ങളാണ് തൊഴിലുമായി ഈ അജിത്തിനുള്ളതെന്ന് നിങ്ങൾ അറിയണം. സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ മീൻ കച്ചവടത്തിൽ സഹായിയായിട്ട് ഒരാളെ ആവശ്യമുണ്ട് എന്ന് ഞാൻ അറിയുന്നത്. മീൻതട്ടില് സഹായിയായിട്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇന്നും ചെയ്യുന്ന എന്റെ ഓട്ടോറിക്ഷ തൊഴിലിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ഞാൻ മാറുന്നത് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ട് ഇരിക്കുന്ന സമയത്താണ്. അങ്ങനെ രാവിലെ കിട്ടുന്ന സമയങ്ങളും വൈകുന്നേരങ്ങൾ കോളേജ് വിട്ടു വന്നതിന് ശേഷം വൈകുന്നേരങ്ങൾ കിട്ടുന്ന സമയവും ഞായറാഴ്ചയും അതുകൂടാതെ കിട്ടുന്ന അവധി ദിവസങ്ങളിലും ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് വരുമാനം കണ്ടെത്തുകയും ആ തുക വെച്ചിട്ടായിരുന്നു എന്റെ ഡിഗ്രി പഠനം കംപ്ലീറ്റ് ചെയ്തതൊക്കെ. ഇന്നത്തെ കുട്ടികൾക്ക് മാതൃകയാക്കാവുന്ന കാര്യങ്ങളാണ്. സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കുക, കഷ്ടപ്പാടിൻ്റെ വില അറിഞ്ഞു വളരാൻ ശ്രദ്ധിക്കുക, ഉള്ള സമയം മൊത്തം മൊബൈലിന് അഡിക്റ്റായിട്ട് മാറാതിരിക്കുക. അജിത്ത് എന്ന എന്നെ സംബന്ധിച്ച് ജീവിതം തുടങ്ങുന്നത് പോലും വലിയ ഒരു ജീവിതം പലതും പഠിപ്പിക്കും. തോൽവിയിൽ നിന്നുകൊണ്ടായി. ഈ കുട്ടിക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ തന്നെ വലിയ ഒരു തോൽവിയിൽ നിന്നുമാണ് ആ കുട്ടിയുടെ ജീവിതം ആരംഭിക്കുന്നത്. കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയതിന്റെ ഫലമായിട്ട് എനിക്ക് എന്റെ അമ്മയ്ക്ക് തിരിച്ചു നൽകാൻ പറ്റിയ അമ്മയുടെ കഷ്ടപ്പാടിന്റെ വില, സ്നേഹമായിട്ടാണ് ഈ ഒരു വിജയത്തെ ഞാൻ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു തൊഴിൽ മേഖലയിലാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അത് താൽക്കാലികമാണെങ്കിൽ പോലും ഒരു ഗവൺമെന്റ് കോളേജിലെ ഗസ്റ്റ് ഡോക്ടർ APJ കലാം പറഞ്ഞിരിക്കുന്ന പോലെ സ്വപ്നം കാണൂ, സമയത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഒതുക്കി നിങ്ങൾ പണിയെടുക്കൂ, നിങ്ങൾ വർക്ക് ചെയ്ത് സമയത്തെ സംയോജിതമായി വിനിയോഗിച്ചാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതാണ് ഈ അജിത്ത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായി നടന്ന ഒരു ആൾക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ച ആഗ്രഹങ്ങളെ നിറവേറ്റാൻ കഴിഞ്ഞു എങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, നിങ്ങൾക്കെല്ലാവർക്കും അത് കഴിയും.